നമസ്കാരം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം പ്രാണായാമത്തെക്കുറിച്ചാണ്. പ്രാണായാമം ഒരാളുടെ ഒരു സാധകന്റെ ശരീരത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഫലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ചില സൂചനകളെ കുറിച്ചായിരുന്നു നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇന്ന് അതിൻ്റെ തുടർച്ച തന്നെയാണ്. ഏറ്റവും അടിസ്ഥാനമാക്കി എടുക്കാവുന്ന ഒരു സൂചനയെക്കുറിച്ച്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സൂചനയെക്കുറിച്ചാണ്. പ്രാണായാമം ഏതൊരു സാധകരിലും പ്രാണായാമം വളരെ പോസിറ്റീവായിട്ടാണോ ഫലിച്ചുകൊണ്ടിരിക്കുന്നത്, അത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ ഈ ഒരു സൂചന ശരിയായെങ്കിൽ മാത്രമേ, ഈ സൂചന കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പ്രാണായാമത്തിൻ്റെ നമ്മൾ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് ഫലിക്കുന്നുള്ളൂ, അത് അടുക്കുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സൂചനയെ കുറിച്ചാണ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സൂചനയാണ്, വളരെയധികം നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു സൂചനയാണ്, അധികം അങ്ങനെ പുറത്ത് അറിഞ്ഞിട്ടില്ലാത്ത ഒരു സൂചന കൂടിയാണ്. യോഗയിൽ, ഈ യോഗ പദ്ധതിയിൽ അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ഒരു വിദ്യ, എങ്ങനെയാണ് പ്രാണായാമം നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാനുള്ള വളരെ രഹസ്യമായിട്ടൊരു വിദ്യയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പ്രാണായാമം എങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ധാരണ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു രഹസ്യത്തിലേക്ക് ഇറക്കുമ്പോൾ നമുക്കത് പരിപൂർണമായിട്ട് മനസ്സിലാക്കാനാവും. അപ്പോൾ പ്രാണായാമം നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നമ്മളുടെ ശരീരത്തിൽ ചില പ്രാണായാമങ്ങൾ നമ്മളെ നാഡികളെ ശുദ്ധീകരിക്കാനാണ്. ഈ പ്രാണൻ, നമ്മളെ ബയോ ഇലക്ട്രിക് കറന്റ്, പ്രാണിക് ഊർജം, ഈ ഊർജം ശരീരത്തിലൂടെ പ്രവഹിക്കുന്ന നാഡികളിലൂടെയാണ്. ഈ നാഡികളെ ശുദ്ധീകരിച്ചെടുക്കുകയാണ്. നാഡികൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ള ഇലക്ട്രിക് വയറിങ് പോലെ വയറിംഗ് ആണ്, വയറുകളാണ്. ആ വയറിലൂടെയാണ് വൈദ്യുതി പ്രവഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരിടത്ത് സ്വിച്ച് ഇടുമ്പോൾ മറുഭാഗത്ത് ലൈറ്റ് കത്തുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ നാഭി കേന്ദ്രമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഈ പ്രാണിക് ഊർജം, അല്ലെങ്കിൽ അവിടുന്ന് വിന്യസിക്കപ്പെടുന്ന ഈ പ്രാണിക് ഊർജം ഈ നാഡികളിലൂടെ എല്ലാ ഭാഗത്തും എത്തുന്നു. അതുപോലെ ശിരസിൽ നിന്ന് നമുക്ക് നമ്മുടെ തലച്ചോറ്, മസ്തിഷ്കം നൽകുന്ന കമാൻഡുകൾ, നിർദ്ദേശങ്ങളൊക്കെ അവയവങ്ങളിലെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് എത്തുന്നതും ഒക്കെ ഈ നാഡികളിലൂടെയാണ്. ഈ നാഡികൾ അതിൻ്റെ പരിപൂർണമായ പ്രവർത്തന ശേഷി കൈവരിക്കാൻ, അതിൻ്റെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നാഡിശുദ്ധി പ്രാണായാമമൊക്കെ ചെയ്യുന്നത്. നാഡിശുദ്ധി പ്രാണായാമത്തിന്റെ പ്രധാന ലക്ഷ്യം തന്നെ അതാണ്, ഈ നാഡികളെ ശുദ്ധീകരിച്ചെടുക്കുക. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ, ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ആ പ്രാണായാമം കൊണ്ട് തന്നെ നമുക്ക് ഈ ഊർജത്തെ മുകളിലേക്ക് എടുക്കാനും കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾ നാഡിശുദ്ധി മാത്രം എന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് യോഗ ലക്ഷ്യം നേടാൻ കഴിയും, യോഗ നേടാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം. ഇതിനോടൊപ്പം നമ്മൾ സാധാരണ സാധകരൊക്കെ ഭസ്ത്രിക എന്ന പ്രാണായാമം ചെയ്യലുണ്ട്, അല്ലെങ്കിൽ ബോത്ത് നോസ്ട്രൽ ലോങ് ബ്രീത്ത്, 2 നാസാരന്ധ്രങ്ങളുടെയും സാവധാനത്തിൽ ദീർഘശ്വസനം എന്നുള്ള പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഈ 3 പ്രാണായാമങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള യോഗയുമായി ബന്ധപ്പെട്ട പ്രാണായാമങ്ങൾ. വേറെയും കുറെ പ്രാണായാമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതാണ് അതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള പ്രാണായാമങ്ങൾ. അപ്പോൾ ഇതിൽ ഭസ്ത്രിക പ്രാണായാമം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഈ ആന്തരിക അഗ്നിയെ, ഈ പ്രാണിക് ഊർജത്തെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതിനെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാണായാമമാണ് ഭസ്ത്രിക പ്രാണായാമം. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നാഭി പ്രദേശത്ത് നമ്മളുടെ ജീവൻ, അതൊരു അഗ്നി ഉണ്ട്. കാരണം നമുക്ക് വിശക്കുമ്പോഴൊക്കെ ആ അഗ്നി നാളം നമുക്ക് ഫീൽ ചെയ്യും, വയറ് എരിച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അതുപോലെ ഈ ഒരു അഗ്നി ഇവിടെ ഉണ്ട്. ഇപ്പോൾ അതൊരു കമ്പ്യൂട്ടറിന്റെ റേഡിയേഷൻ പോലെ ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ ഈ എനർജിയുടെ ഉത്പാദനം മുഴുവൻ നടക്കുന്നത്. നാഭിയിൽ വെച്ചിട്ടായതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് നിന്ന് ഒരു റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ പ്രാണായാമത്തെ കുറിച്ച് പറയുന്നത്, നമ്മൾ അവിടേക്ക് പ്രാണായാമം വഴി മാക്സിമം പ്രാണനെ അവിടെ എത്തിക്കുമ്പോൾ, നാഭി പ്രദേശത്ത് എത്തിക്കുന്ന സമയത്ത് ഈ അഗ്നിനാളം ഉയർന്ന് നമ്മളുടെ മസ്തിഷ്കം വരെ എത്തുന്നു, ശിരസ് വരെ എത്തുന്നു, ചിതാകാശത്തിലെത്തുന്നു. അപ്പോഴാണ് അവിടുത്തെ ആ കേന്ദ്രം
പ്രവർത്തനക്ഷമമാവുന്നത്. അപ്പൊ ഈ അഗ്നിനാളത്തെ നമ്മളിപ്പോ അടുപ്പിലേക്ക് ഊതി കഴിയുമ്പോൾ ആ നാളം വലുതായി വരുന്നത് പോലെ നമ്മൾ പ്രാണികൂർജം കൊണ്ട്, വായു കൊണ്ട്, പ്രാണവായു കൊണ്ട് ഈ നമ്മുടെ ഉള്ളിലുള്ള ഈ ആന്തരിക അഗ്നിയെ, ആ ദീപശിഖയെ, ആ അഗ്നിനാളത്തെ ജ്വലിപ്പിക്കുകയാണ്, വലുതാക്കുകയാണ്. അങ്ങനെ അഗ്നിനാളത്തിന്റെ ലെങ്ത് കൂട്ടി അത് നമ്മളെ സഹസ്രാരത്തിൽ എത്തുമ്പോഴാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരെ എത്തുമ്പോഴാണ്, പീനിയൽ ഗ്ലാൻഡ് വരെ എത്തുമ്പോഴാണ് നമുക്ക് പീനിയൽ ഗ്ലാൻഡ് പരമാവധി ഫംഗ്ഷനിലേക്ക് എത്തുന്നതും ബോധോദയം എന്ന അവസ്ഥ, അല്ലെങ്കിൽ മോക്ഷം, നിർവ്വാണം എന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത് ഇങ്ങനെയാണ്. ഈ അഗ്നിനാളത്തെ, നമ്മുടെ ഉള്ളിലുള്ള ഈ ആന്തരിക അഗ്നിയെ ആ നാളത്തിന്റെ നീളം കൂട്ടിക്കൊണ്ടാണ്. അതിനാണ് പ്രാണായാമം ചെയ്യുന്നത്. അതൊരു ഒരു വെർഷനാണ് കേട്ടോ. ബോധോദയത്തെ കുറിച്ച് പല വെർഷൻ ഉണ്ട്. സാന്ദർഭികമായിട്ട് ഓരോ അവസരത്തിലും അതിങ്ങനെ അതുമായി ആ സന്ദർഭമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അതിനെ പല രീതിയിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഇപ്പോ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. അതായത് നമ്മുടെ ഉള്ളിലുള്ള അഗ്നിനാളത്തെ, അതിനെ ജ്വലിപ്പിച്ച് അതിന്റെ ലെങ്ത് കൂട്ടി സഹസ്രാരം വരെ എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഭസ്ത്രിക പ്രാണായാമമൊക്കെ ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ ഈ അഗ്നിനാളത്തിന്റെ നീളം കൂട്ടിയിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ആ ബോധോദയം എന്നുള്ള ആ അവസ്ഥയും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ മനസ്സും ഈ പ്രാണനോടൊപ്പം സഞ്ചരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ മനസ്സിനെ നമ്മൾ അതിൽ നിർത്തിയിട്ട് വേണം പ്രാണായാമം അഭ്യസിക്കാൻ. ഈ പ്രാണനിൽ, നമ്മളുടെ ശ്വാസഗതിയിൽ, ശ്വാസത്തിൽ നമ്മൾ പ്രാണനെ കൂടി, മനസ്സിനെ കൂടി ലയിപ്പിക്കണം. മനസ്സും പ്രാണനും ഒന്നിച്ചാണ് നമ്മളുടെ ശരീരത്തിലൂടെ നീങ്ങുന്നത്. അല്ലെങ്കിൽ മനസ്സ് എവിടെ എത്തുന്നോ അവിടെയാണ് പ്രാണൻ എത്തുന്നത്. മനസ്സ് എത്തുന്നിടത്തേക്ക് പ്രാണൻ എത്തുന്നു. ഇതൊരു തിയറിയാണ്. അതാണ് അതിന്റെ ശരിയായ രീതി. നമ്മൾ എവിടെയാണോ നമ്മുടെ മനസ്സിനെ സങ്കല്പിക്കുന്നത്, മനസ്സിനെ നിർത്തുന്നത്, അവിടെയാണ് പ്രാണൻ ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ ആജ്ഞാചക്രത്തില് ശ്രദ്ധിക്കൂ, അവിടെ മനസ്സിനെ വെക്കൂ എന്ന് പറയുമ്പോൾ ആജ്ഞാചക്രത്തെ ഉത്തേജിപ്പിക്കാൻ മനസ്സിനെ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്താലാണ് ഊർജം അവിടേക്ക് എത്തുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള തിയറി. അതിന്റെ ശാസ്ത്ര സത്യം എന്നുള്ളത് എവിടെ മനസ്സെത്തുന്നോ അവിടെ പ്രാണൻ എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പ്രാണായാമമൊക്കെ ചെയ്തിട്ട് പ്രാണനെ നമ്മൾ ഈ മസ്തിഷ്കത്തിൽ എത്തിച്ചു കഴിഞ്ഞാൽ, മസ്തിഷ്കത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ട്. ഈ മനസ്സ് നിൽക്കേണ്ട ഒരു സ്ഥാനമുണ്ട്. നമ്മൾ ഉറങ്ങുന്ന അവസ്ഥയിൽ മനസ്സ് ലയിക്കുന്നത് നമ്മളെ ഹൃദയസ്ഥാനത്താണ്. മനസ്സ് ഹൃദയത്തിൽ ആ സ്ഥാനത്ത് ലയിക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ, ജാഗ്രത അവസ്ഥയിൽ മനസ്സ് വന്ന് നിൽക്കേണ്ടത് നമ്മളുടെ ഇടത് കണ്ണിന്റെ സ്ഥാനത്താണ്. അപ്പൊ പ്രാണായാമം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അടയ്ക്കുകയോ കണ്ണ് തുറന്ന് എങ്ങനെ വേണമെങ്കിലും നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് ഇടത് കണ്ണിന്റെ സ്ഥാനത്താണ് വന്ന് നിൽക്കുന്നതെങ്കിൽ, ഇടത് കണ്ണിലാണ് നമ്മളുടെ മനസ്സ് വന്ന് നിൽക്കുന്നതെങ്കിൽ ആ പ്രാണായാമമാണ് സക്സസ് ആയിട്ടുള്ള പ്രാണായാമം. അപ്പോഴാണ് നമുക്കത് നമ്മൾ ചെയ്ത ക്രിയ ഏറ്റവും ഫലപ്രദമായി എന്ന് നമുക്ക് ആത്മീയമായ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ പ്രാണായാമം ചെയ്ത് ധ്യാനിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് ഇടത് കണ്ണിന്റെ സ്ഥാനത്ത് വന്ന് നിൽക്കണം. അത് നമുക്ക് അങ്ങനെ നിർബന്ധിച്ച് നിർത്താനൊന്നും കഴിയില്ല. നമുക്ക് ഈ മനസ്സിനെ ഒരിടത്ത് കൊണ്ടെത്തിക്കുക എന്നുള്ളത് അങ്ങനെ നമ്മളെ നിർബന്ധത്തിന് നമ്മൾ വിചാരിച്ചുകൊണ്ട് മനസ്സവിടെ എത്തില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള ക്രിയയാണ് ചെയ്യുന്നതെങ്കിൽ, പ്രാണായാമമാണ് ചെയ്യുന്നതെങ്കിൽ, അത് ശരിയായ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ, ആദ്യം അവിടെ ആ സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ പോലും കുറച്ച് ദിവസം കഴിയുമ്പോൾ കൃത്യമായിട്ട് ഇടത് കണ്ണിന്റെ അവിടെ മനം വരണം. ഇടത് കണ്ണിൽ മനം വന്നാൽ അതാണ് ശരിയായ പ്രാണായാമം. അല്ലെങ്കിൽ പ്രാണായാമം ശരിയായി നമ്മളിൽ ഫലിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, നമുക്ക് ആത്മീയമായ പുരോഗതി ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇടത് കണ്ണിൽ മനം വരിക എന്ന്. അപ്പോൾ ഈ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരാൾക്കും, ഇത് അത്ര വ്യാപകമായിട്ട് പ്രചരിക്കപ്പെട്ടിട്ടുള്ള ഒരു തിയറി അല്ല. ഇത് വളരെ രഹസ്യമായിട്ട് വളരെ വലിയ ഗുരുനാഥന്മാർക്കൊക്കെ മാത്രം അറിയാവുന്ന ഒരു വിദ്യയാണിത്. നമ്മളുടെ നിലവാരം എവിടെ എത്തിയെന്ന് അറിയാം. അപ്പൊ ഈ ഒരു വിദ്യ ഉപയോഗിച്ചിട്ട് തന്നെ, ഈ ഒരു സങ്കേതം ഉപയോഗിച്ച് തന്നെ, ഈ ഒരു സൂചന ഉപയോഗിച്ച് തന്നെ ഓരോ സാധകനും ഞാൻ ശരിയായ പാതയിലാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ഇനി പ്രാണായാമം ചെയ്യുമ്പോൾ നോക്കുക,
നമ്മൾ പ്രാണനോടൊപ്പം തന്നെയാണ് സഞ്ചരിക്കേണ്ടത് ക്രിയ ചെയ്യുമ്പോഴൊക്കെ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കണ്ണടച്ച് കഴിയുമ്പോൾ മനസ്സ് തനിയെ ഇടത് കണ്ണിന്റെ ഭാഗത്താണ് വന്ന് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ആത്മീയ പുരോഗതി ആ പ്രാണായാമം മൂലം ഉണ്ടാവും എന്നുള്ളതിന്റെ സൂചനയായിട്ട് എടുക്കും. അല്ല, അത് ചിലപ്പോൾ വലത് കണ്ണിന്റെ ബാക്കിലോ വലത് കണ്ണിന്റെ സ്ഥാനത്തൊക്കെയാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്ത ക്രിയയിൽ അല്ലെങ്കിൽ നമുക്ക് ഇനിയും മുന്നേറാനുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതിന്റെ സൂചനയായിട്ട് ഇതെടുക്കണം. ഇത് വളരെ എഫക്റ്റീവായിട്ട് ആർക്കും സ്വയം പരിശോധിച്ച് നോക്കാവുന്ന ഒരു സൂചനയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതുപോലെ പ്രാണായാമമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മളെ പരിചയക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്തരത്തിൽ യോഗശാസ്ത്ര സംബന്ധിയായ ഒട്ടനവധി വിവരങ്ങൾ, വളരെ രഹസ്യാത്മകമായ വിവരങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ് തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്ന്. ഈ പുസ്തകത്തില് ബോധോദയം എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി ബയോളജിക്കലായും അതുപോലെ ന്യൂറോളജിക്കലായിട്ടും മനഃശാസ്ത്രപരമായും വിശകലനം ചെയ്യുന്നു. എന്താണ് ഈ ബോധോദയത്തിന്റെ അവസ്ഥ എന്ന്, അതുപോലെ ഈ ഒരു ബോധപ്രാപ്തനെ നമ്മൾ മനസ്സിലാക്കാനുള്ള വിദ്യകൾ, എങ്ങനെയാണ് ഒരാൾ ബോധപ്രാപ്തനാണോ എന്ന് തിരിച്ചറിയുക, അതിന്റെ വഴികൾ എന്തെല്ലാമാണ്, അതുപോലെ കുണ്ടലിനി ശക്തി, എന്താണ് കുണ്ടലിനി ശക്തി, നാഡീശാസ്ത്രപരമായി ന്യൂറോളജിക്കലായിട്ട് കുണ്ടലിനി ശക്തി എന്നത് എങ്ങനെയാണ് ഏത് പ്രാണായാമങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ പറ്റുന്നത്, ഇങ്ങനെ കുണ്ടലിനി ശക്തി നമ്മുടെ ശരീരത്തിൽ ഉണരുമ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്. ഇത്തരത്തില് മറ്റൊരു ഗ്രന്ഥത്തിലും മറ്റൊരു യോഗശാസ്ത്ര ഗ്രന്ഥത്തിലും ഇന്നേ വരെ പ്രതിപാദിക്കാത്ത ഒട്ടനവധി വിഷയങ്ങൾ അടങ്ങിയ ഒരു വളരെ ലളിതമായ എന്നാൽ വളരെ സമഗ്രമായ ഒരു റഫറൻസ് പുസ്തകം, റഫറൻസ് ആയിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്നത്. ഇത് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇത് കൈപ്പറ്റണമെന്ന് ആഗ്രഹിക്കുന്നവര് നിങ്ങളുടെ വിലാസം പിൻകോഡ് സഹിതം ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.